ചെങ്കോൽ എന്ന് പറഞ്ഞ സിനിമ തന്നെ അപ്രസക്തമാണ്, അതിൻ്റെ ആവശ്യമേ ഇല്ല. അതിൽ എസ്പെഷ്യലി സേതുമാധവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്ത ആ ക്യാരക്ടറിൻ്റെ ഒരു പതനം അതിനകത്ത് കാണിക്കുന്നു. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പടത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഈ ദുരന്തത്തിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതും പിന്നെ ഈ ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതും റിസ്ക് ആണ്. അപ്പം ഈ മനുഷ്യൻ എങ്ങനെയായിരിക്കും എഴുതി പിടിപ്പിച്ചത് എന്നുള്ളത് തോന്നിയിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ആ ക്യാരക്ടറിന് അതിന് മുമ്പ് അങ്ങ് ആത്മഹത്യ ചെയ്യിച്ചാൽ മതിയായിരുന്നു. ഈ അവസ്ഥയിൽ പുള്ളി അത് ചെയ്യുക എന്ന് പറയുന്നത് ആൾക്കാർക്ക് അച്യുതൻ നായർ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഏത് മകള് മകളെയും കൊണ്ട് മകൾക്ക് കാവല് നിൽക്കുന്ന ഒരവസ്ഥ, അതായത് ആ ഒരു എന്താണ് പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അതിന് അച്യുതൻ നായർ പോയി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായി പോയി. അതുകൊണ്ട് ആ പടം വീണു പോയത് ഒരു മേ ബി അതാകാനാണ് സാധ്യത. കാര്യം മറ്റേത് അങ്ങനെയല്ലല്ലോ. മോൻ വന്നിട്ട് എന്താണ് സോറി സാർ എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യുന്ന ക്ലൈമാക്സ് എന്താണ് പടത്തിന്റെ? അവൻ ഫിറ്റല്ല എന്നാണ് അച്ഛനാണ് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇല്ലേ? അദ്ദേഹത്തിന്റെ ഫേസ് എന്നിട്ട് നേരെ നോക്കുമ്പോൾ ക്യാമറയിലേക്ക് പോകുമ്പോൾ എന്താണ് ലാസ്റ്റ് ഷോട്ട് എന്താണെന്ന് എനിക്ക് എന്റെ ഓർമ്മ എന്ന് വെച്ചാൽ ബ്ലാക്ക് ബോർഡില് സേതുമാധവന്റെ ഫോട്ടോ ഇവരെ സൂക്ഷിക്കുക എന്നുള്ള അങ്ങനെ എന്തോ ഇതിലേക്ക് പോകുന്നതാണ് ആ പടത്തിന്റെ എന്തെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതാണ് അതിന്റെ ഒരു ക്ലീൻ എൻഡ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ് അദ്ദേഹത്തോട് പറയിക്കരുതായിരുന്നു. ഏത് കിരീടത്തില്